മീൻകറി ഇവിടെ റെഡിയായി കിട്ടിയിട്ടുണ്ട്. പാകത്തിനുണ്ട്. ഹലോ, അപ്പോൾ ഇന്ന് നമ്മൾ ഒരു മീൻ കറിയാണ് ഉണ്ടാക്കാൻ പോകുന്നത്. അപ്പം മീൻ കറിക്ക് ആവശ്യമായ മീൻ ഞാനിവിടെ കഴുകി വൃത്തിയാക്കി വെച്ചിട്ടുണ്ട്. 2 ടൈപ്പിലുള്ള മീനാണ് എനിക്ക് കിട്ടിയിരിക്കുന്നത്. അപ്പോൾ മുളക് അരച്ചാണ് നമ്മൾ ഇന്ന് ഈ കറി തയ്യാറാക്കാൻ പോകുന്നത്. അപ്പോൾ ആവശ്യമായ സാധനങ്ങളെന്ന് പറഞ്ഞാൽ മെയിൻ ഐറ്റം ഇഞ്ചി, വെളുത്തുള്ളി കഴുകി വൃത്തിയാക്കി വെച്ചിട്ടുണ്ട്, ചെറുതായിട്ട് അരിഞ്ഞു വെച്ചിട്ടുണ്ട്. കുഞ്ഞുള്ളി വേണം, പിന്നെ നമുക്ക് 2 തക്കാളിക്ക വേണം, പുളി വേണം. മസാലപ്പൊടികളിൽ ആവശ്യമായത് മഞ്ഞൾപ്പൊടി, ഉലുവാപ്പൊടി, മല്ലിപ്പൊടി, മുളക് പൊടി എന്നിവയാണ്. ആദ്യമായിട്ട് നമുക്ക് ഇതെല്ലാം ഒന്ന് വഴറ്റിയെടുക്കാം. ഇപ്പോൾ ചട്ടി ഇവിടെ ചൂടായിട്ടുണ്ട്. കടുക് വറുക്കാൻ നമുക്ക് വെളിച്ചെണ്ണ ഒഴിച്ചു കൊടുത്തു. കടുക് പൊട്ടി വന്നു. അപ്പോൾ ഇതിലേക്ക് നമുക്ക് വെളുത്തുള്ളി ഇട്ട് കൊടുക്കാം. ശേഷം ഇഞ്ചിയും കുഞ്ഞുള്ളിയും ചേർത്ത് കൊടുക്കണം. കുഞ്ഞുള്ളിയും ഇഞ്ചിയും വെളുത്തുള്ളിയും ഒക്കെ ചേർത്ത് ഒന്ന് വഴറ്റിയെടുക്കാം. കുറച്ച് ഉപ്പ് കൂടി ഈ സമയത്ത് നിങ്ങൾക്ക് ചേർത്ത് കൊടുക്കാവുന്നതാണ്. അപ്പോൾ ഇത് ഒരു ലോ ഫ്ലെയിമിൽ കിടന്ന് വെന്ത് വരട്ടെ. അടച്ചു വയ്ക്കാം. ഇതിവിടെ ഏകദേശം വഴണ്ട് വന്നിട്ടുണ്ട്. ഇതിലേക്ക് നമുക്ക് തക്കാളിക്ക അരിഞ്ഞു വെച്ചത് ചേർത്ത് കൊടുക്കണം. ഒന്ന് ഇളക്കി യോജിപ്പിക്കാം. ഇതും നല്ലപോലെ വെന്ത് വരട്ടെ. അടച്ചു വയ്ക്കാം നമുക്ക്. തക്കാളി കഷ്ണങ്ങൾ നല്ലപോലെ വഴണ്ട് കിട്ടിയിട്ടുണ്ട്. നല്ലപോലെ വഴണ്ട് വന്നു. ഇതിലേക്ക് നമുക്ക് മസാലപ്പൊടികൾ ആഡ് ചെയ്ത് കൊടുക്കാം. മസാലപ്പൊടികൾ എല്ലാം ആഡ് ചെയ്ത് കൊടുത്തു. ലോ ഫ്ലെയിമിൽ വെക്കണം, അല്ലെങ്കിൽ തീ ഓഫ് ചെയ്യുകയോ ചെയ്യാം നിങ്ങൾക്ക്. ഞാൻ തീ ഓഫ് ചെയ്ത് കൊടുത്തു കേട്ടോ. പച്ചമണം മാറുന്നവരെയും ഒന്ന് വഴറ്റി കൊടുക്കാം. പച്ചമണം മാറി വരുമ്പോഴത്തേന് കുറച്ച് വെള്ളം ചേർക്കുക. പച്ചമണം എല്ലാം മാറിയിട്ടുണ്ട്. കുറച്ച് വെള്ളം ചേർത്ത് കൊടുക്കാം. മീൻ വേകാൻ ആവശ്യമായ വെള്ളം ഒഴിച്ചു കൊടുക്കുക. ഇത് ഒന്ന് തിളച്ച് വരട്ടെ. തിളച്ച് വരുമ്പോൾ ഇതിലേക്ക് നമുക്ക് മീൻ കഷ്ണങ്ങൾ ഇട്ട് കൊടുക്കാം. അപ്പോൾ ഇവിടെ തിളച്ച് വന്നു. അപ്പോൾ നമ്മൾ ഇതിലേക്ക് മീൻ കഷ്ണങ്ങൾ ഓരോന്നായിട്ട് ഇട്ട് കൊടുത്തു. ഇത് നല്ലപോലെ തിളയ്ക്കട്ടെ. തിളച്ച് വരുന്നുണ്ട്. അപ്പോൾ ഇതിലേക്ക് നമുക്ക് കുറച്ച് പുളി കൂടി ആഡ് ചെയ്ത് കൊടുക്കാം. പുളി ഇട്ട് കൊടുത്തു. ഒന്ന് ഇളക്കി യോജിപ്പിച്ച ശേഷം അടച്ചു വെച്ച് വേവിക്കാം. നല്ലപോലെ വെന്ത് വരട്ടെ. കുറച്ച് ഉപ്പ് ആഡ് ചെയ്ത് കൊടുക്കാം. ഉപ്പിട്ട് കൊടുത്തു. അപ്പോൾ ഇത് നല്ലപോലെ വെന്ത് വരട്ടെ. നമുക്ക് അടച്ചു വെച്ച് വേവിക്കാം. അപ്പോൾ ഇത് ഇടയ്ക്കൊന്ന് ചുറ്റിച്ചു കൊടുക്കണം. അടിക്ക് പിടിക്കാതിരിക്കാൻ ചുറ്റിച്ചു കൊടുക്കാം നമുക്ക്. ഇത് കുറച്ച് മല്ലിയില ആഡ് ചെയ്ത് കൊടുക്കാം. ശേഷം അടച്ചു വയ്ക്കാം. ലോ ഫ്ലെയിമിൽ കിടന്ന് വെന്ത് വരട്ടെ. മീൻ കറി ഇവിടെ റെഡിയായിട്ട് വന്നിട്ടുണ്ട്. അപ്പോൾ സ്വാദിഷ്ടമായ ഒരു മീൻകറിയുടെ റെസിപ്പിയാണ് ഇന്ന് ഞാൻ നിങ്ങൾക്ക് പരിചയപ്പെടുത്തിയത്.
അപ്പോൾ എല്ലാവർക്കും വീഡിയോ ഇഷ്ടമായെന്ന് വിചാരിക്കുന്നു. ഒരു 15 മിനിറ്റ്സിന് ശേഷം നമുക്കിത് സെർവ് ചെയ്യാവുന്നതാണ്. മീൻകറി ഇവിടെ റെഡിയായി കിട്ടിയിട്ടുണ്ട്. 15 മിനിറ്റിന് ശേഷമുള്ള ഒരു വീഡിയോ ആണ് ഇത്. നല്ലപോലെ മസാലയും ഉപ്പും എല്ലാം പിടിച്ച് വന്നിട്ടുണ്ട്. ഉപ്പും പുളിയും എല്ലാം പാകത്തിനുണ്ട്. അപ്പോൾ വീഡിയോ ഈ കാണുന്ന ഈ കൂട്ടുകാരൊന്ന് ലൈക്ക് ചെയ്ത് സപ്പോർട്ട് ചെയ്തേക്കണേ. അപ്പോൾ നിങ്ങൾക്ക് എല്ലാവർക്കും വീഡിയോ ഇഷ്ടമായി എന്ന് വിചാരിക്കുന്നു. അടുത്ത വീഡിയോയുമായി നമുക്ക് വീണ്ടും കാണാം. അതുവരയ്ക്കും ബൈ ബൈ. താങ്ക് യു ഫോർ വാച്ചിങ് വീഡിയോ. താങ്ക് യു.